ദൈവതിരുവചനം ധ്യാനിക്കുവാനും നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവം ചൊരിഞ്ഞു വന്ന കൃപകൾക്കായിട്ട് അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സുപ്രസിദ്ധ ഫ്രഞ്ച് തത്വചിന്തകനായ ഏണസ്റ്റ് റെനൻ ഈ ആധുനിക സമൂഹത്തെ നോക്കിക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ ആധുനിക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമുണ്ടെങ്കിൽ ദൈവമേ, എൻ്റെ ആത്മാവുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. യാതൊരു നിശ്ചയവുമില്ലാതെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിനോ മനുഷ്യാത്മാവിൻ്റെ അസ്തിത്വത്തിനോ കുറിച്ചോ യാതൊരു നിർണയവുമില്ലാതെ ഒരു വിശ്വാസവുമില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ഇത്. ദൈവമുണ്ടെങ്കിൽ ദൈവമേ, എൻ്റെ ആത്മാവുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ കാത്തുകൊള്ളണമേ എന്ന്. തത്വചിന്തകനായ അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുവാനുള്ള കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ ഈ പോക്ക് കണ്ടുകൊണ്ടാണ്. ആധുനികോത്തരമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യൻ്റെ നേട്ടങ്ങളിലും മനുഷ്യൻ്റെ കഴിവുകളിലും അഭിരമിച്ചുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള ദൈവത്തെ നോക്കുവാനും ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുവാനുമുള്ള ഒരു വലിയൊരു വിളിയാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തൻ്റെ വായനക്കാരോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇത് വലിയൊരു ക്രിസ്തീയ ദൗത്യവും ഒരു വലിയൊരു വെല്ലുവിളിയുമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രിയമുള്ള വിശ്വാസികളെ, ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മൾ കൂടി വരുമ്പോൾ ഈ ചെറിയൊരു സമയം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുവാനെ കൊണ്ടുള്ള ഒരവസരമായിട്ട് നാം ഇതിനെ വേറിട്ട് കാണണം. ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമൂലം ഒന്ന് പരിശോധന ചെയ്തുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെയും കൃപകളെയും ധ്യാനിക്കുന്നതിന് ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നതോടൊപ്പം തന്നെ നമ്മെ വഴി നടത്തുന്നവനും നമുക്ക് വേണ്ടി കാൽവറിയിലെ കുരിശിൽ തൻ്റെ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞവനുമായ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനെ കൊണ്ടും ആ മുഖത്തു നിന്ന് കടന്നു വരുന്നതായ ആശ്വാസവും അനുഗ്രഹവും പ്രാപിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനും നമുക്ക് സാധിക്കണം. അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇതിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ജീവിതം നമുക്ക് ഇല്ല. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ ഇപ്രകാരം പ്രകൃതിയിലെ പല കാര്യങ്ങളെയും നോക്കിക്കണ്ടുകൊണ്ട് നിരീക്ഷണം നടത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ആത്മീയമായ ഒരു ചിന്ത അദ്ദേഹം പങ്കുവച്ചു. അതായത് മൂന്നാർ എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് നീലക്കുറിഞ്ഞി പൂക്കുക എന്ന് പറയുന്നത്. ഈ നീലക്കുറിഞ്ഞി പൂക്കുന്ന പ്രതിഭാസം കണ്ടുകൊണ്ട് ഇദ്ദേഹം പ്രകൃതിയുടെ ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതായത് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നതിന് 12 വർഷത്തെ ധ്യാനം ആ ചെടിയെ സഹായിക്കുന്നുണ്ട്. 12 വർഷത്തെ മഴയും വെയിലും മഞ്ഞും അതിൽ കൂടി കടന്നു പോകുന്ന അനുഭവങ്ങളാണ് 12 വർഷത്തിന് ശേഷം ആ പ്രകൃതിയെ മനോഹരമാക്കുവാൻ തക്കവണ്ണം ആ ചെടിയെ സഹായിക്കുന്നത്. ആ പ്രകൃതി ശാസ്ത്രജ്ഞൻ ആ പ്രകൃതിയുടെ ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, 12 വർഷത്തെ ധ്യാനം ആണ് നീലപ്പൂക്കൾ വിരിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെയും മനോഹരമാക്കുവാനെ കൊണ്ട് ആ ചെടിയെ സഹായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ധ്യാനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ധ്യാനമെന്ന് പറയുന്ന സംസ്കൃത വാക്കിന് നിർവിഷയമന എന്നാണ് അർത്ഥം. അതായത് യാതൊരു വിധമായ ലോകപരമായ ചിന്തകളും ഇല്ലാതെ ദൈവത്തെ മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആമഗ്നനായി ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ധ്യാനമെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഒരു പക്ഷേ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ജീവിത വ്യാപാര മേഖലകളിൽ ഏർപ്പെടുന്നു അവിടെയൊക്കെയും നമ്മുടെ മനസ്സ് പതറിപ്പോകുവാനെ കൊണ്ട് ഇടയുണ്ട്. എന്നാൽ ഈ ദൈവവചനം കേൾക്കുന്ന സമയത്ത് ആ പതറിപ്പോകുന്ന മനസ്സിനെ
ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വരുവാനുള്ള ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ദൈവസാന്നിധ്യ ബോധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ ഇരിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. നിർവിഷയമന, അതായത് ഈ ലോകപ്രകാരമുള്ള എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ച് ദൈവികമായ ചിന്തകൾ കൊണ്ട്, ദൈവസാന്നിധ്യ ബോധം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം 80-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ്. 80-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനസ്സെയും കാണുകെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സങ്കീർത്തനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മനോഹരമായ ഗീതം എന്നുള്ളതാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുന്നത് ദാവീദ് എന്ന് പറയുന്ന ഒറ്റ ഒരു വ്യക്തി മാത്രമാണ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നുവെന്നാണ്. എന്നാൽ തികച്ചും അത് തെറ്റാണ്. ശലോമോൻ, മോശ, ആസാഫ്, കോരഹ് എന്നിങ്ങനെയുള്ള നിരവധി ആധ്യാത്മിക തലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇവരുടെയൊക്കെയും സങ്കീർത്തനങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് 150 സങ്കീർത്തനങ്ങൾ നിറഞ്ഞ സങ്കീർത്തന പുസ്തകം. അതിലേറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളിലൊന്നാണ് ഈ 80-ാം സങ്കീർത്തനം. ആസാഫ് എന്ന് പറയുന്ന ഭക്തശിരോമണി ഇസ്രായേലിൻ്റെ അവസ്ഥകൾ കണ്ടുകൊണ്ട് ദൈവത്തിനു മുമ്പാകെ തൻ്റെ മനസ്സിനെ പകരുന്ന ഒരു സങ്കീർത്തനമാണ് 80-ാം സങ്കീർത്തനം. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഴയ നിയമത്തിൽ കൂടി പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന 1-2 രംഗങ്ങളുണ്ട്. അതായത് സ്നേഹവാനായ ദൈവം, യഹോവ എന്നുള്ള നാമം കൊണ്ട് പരിശുദ്ധിയുടെ പരിശുദ്ധനായി ജനങ്ങൾ ആരാധിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന യഹോവയായ ദൈവം, മിസ്രൈമിലെ അടിമവേലയിൽ നിന്ന് അവരെ രക്ഷിച്ച് മരുഭൂമിയുടെ കാഠിന്യങ്ങളെയൊക്കെയും അതിജീവിക്കുവാനെ കൊണ്ട് പ്രാപ്തരാക്കി ഇസ്രായേലിലെ പലസ്തീനിലെ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് നയിച്ചവനായ യഹോവ എന്ന ദൈവം, സ്നേഹവാനായ ദൈവം, ജനങ്ങളെ കരുതുന്നവനായ, കാത്തുകൊള്ളുന്നവനായ, സംരക്ഷിക്കുന്നവനായ ഒരു ദൈവം. എന്നാൽ ഇസ്രായേൽ ജനങ്ങളുടെ ഒരു ചിത്രമോ തങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെയും വിജാതീയ ആരാധനയിലേക്ക് മടങ്ങുവാനെ കൊണ്ട് വ്യഗ്രത കാണിക്കുന്ന ഒരു കൂട്ടർ. ഭൗതികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്നതായ പരിമിതമായ സൗകര്യങ്ങളിൽ വിജാതീയമായ ആരാധനയിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് സ്നേഹവാനായ ദൈവത്തോട് മറുത്തു നിൽക്കുന്നതായ ഒരു ജനവിഭാഗത്തെ ഇസ്രായേൽ ജനതയിൽ നമുക്ക് ദർശിക്കുവാനെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ ഈ ആസാഫ് ഈ സങ്കീർത്തനം എഴുതുന്ന അവസരത്തിൽ അദ്ദേഹം തൻ്റെ ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ ദയനീയമായ രംഗം കണ്ടുകൊണ്ട്, ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് യഹോവയായ ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം എന്ന് പ്രകാശിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ പ്രസക്തി ഇന്നും ഇന്നലെയും നാളെയും അനന്യമാണെന്നുള്ള സത്യവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമായിരിക്കുന്നിടത്തോളം കാലം ഈ സങ്കീർത്തന വാക്യത്തിൻ്റെ പ്രസക്തി അനുദിനം വർദ്ധിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നമ്മളുടെ ഹൃദയത്തിൽ കൂടി ഈ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈ വാക്യങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കണം. ദൈവമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ നമ്മുടെ ചുറ്റുപാട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. വ്യക്തിയായിട്ട്, സമൂഹമായിട്ട്, സഭയായിട്ട് ഞാനും നിങ്ങളും യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. യഥാസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ആധ്യാത്മിക സംസ്കാരത്തിൽ ഒന്ന് യഥാസ്ഥാനപ്പെടുവാനെ കൊണ്ടുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വ്യക്തി ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും ദൈവത്തിന് മുമ്പാകെ യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആധ്യാത്മിക സംസ്കാരം, ആത്മീയ ജീവിതം
തീർത്തും ശുഷ്കമാണ്. നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ മണിക്കൂറുകളൊക്കെയും നിഷ്ഫലമായി തീരും. നമ്മുടെ ജീവിതത്തെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താം. ദൈവം തിരുമുഖം നമ്മളുടെ മേൽ പ്രകാശിപ്പിക്കുവാനെ കൊണ്ട് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും ദൈവത്തിനു മുമ്പാകെ നീതിയുള്ളതാക്കി നമുക്ക് മാറ്റാം. പ്രിയമുള്ളവരെ, ആസാഫ് സങ്കീർത്തനക്കാരനോട് മനോഹരമായി അവതരിപ്പിക്കുന്ന 2 ചിത്രങ്ങളുണ്ട്. ഈ സങ്കീർത്തനത്തിലെ പല ഭാഗത്തും പിന്നെയും പിന്നെയും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന 2 ഉപമകളുണ്ട്. ആട്ടിൻകൂട്ടവും മുന്തിരിവള്ളിയും. ആട്ടിൻകൂട്ടവും മുന്തിരിവള്ളിയും ഇസ്രായേലിൽ ഏറ്റവും പരിചിതമായിരുന്ന 2 വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ആസാഫ് ഇസ്രായേൽ ജനതയെ ഉപമപ്പെടുത്തുന്നത് ഈ ആട്ടിൻകൂട്ടത്തോടും മുന്തിരിവള്ളിയോടുമാണ്. ഇതിൻ്റെ 2ൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് 2ഉം ഫലം പുറപ്പെടുവിക്കുന്നവയാണ്. 2ഉം ഫലം പുറപ്പെടുവിക്കുന്നതും മനുഷ്യജീവൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ 2 വസ്തുക്കളായിരുന്നു ആട്ടിൻകൂട്ടവും മുന്തിരിവള്ളിയും. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധയും പരിഗണനയും ആവശ്യമായ ഒന്നാണ് ഈ ആട്ടിൻകൂട്ടവും മുന്തിരിവള്ളിയും. യഹോവയായ ദൈവത്തോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, നീ സ്നേഹിച്ചതായ, നീ നട്ടതായ ഈ ആട്ടിൻകൂട്ടത്തെയും ഈ മുന്തിരിവള്ളിയെയും ഒന്ന് തിരിഞ്ഞു നോക്കണമേ. ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പരിഗണനയും ശ്രദ്ധയും ആവോളം ലഭിക്കുന്ന ഒരാട്ടിൻപറ്റമാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ സ്നേഹവും പരിഗണനയും വളവും വെളിച്ചവും ജലവും നമുക്ക് ആവോളം ലഭിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണ് ഞാനും നിങ്ങളും. ഇതുവരെയുമുള്ള നമ്മുടെ ജീവിത നിമിഷങ്ങളിൽ നമ്മെ പരിപാലിച്ചവനായ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മെ വഴിതിർത്തിയപ്പോൾ ഈ ആട്ടിൻകൂട്ടം എന്നുള്ള അവസ്ഥ വിട്ടുമാറി മുള്ളിൻ്റെയും പറക്കാരയുടെയും ഇടയിലേക്ക് കടന്നു പോകുവാനെ കൊണ്ട് നമുക്ക് അവസരമുണ്ടായിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി ആട്ടിൻകൂട്ടം എന്ന അവസ്ഥയിലേക്ക്, മുന്തിരിവള്ളി എന്ന അവസ്ഥയിലേക്ക്, ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിവള്ളി എന്ന അവസ്ഥയിലേക്ക് നാം മടങ്ങി വരണം. ഈ ആസാഫ് എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ മനോഹരമായി പറയുന്ന ഒരു വാക്യമുണ്ട്, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയവനായ യഹോവയെ ചെവിക്കൊള്ളണമേ. മനോഹരമായ ഒരു ഉപമയാണിത്. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയവനായ യഹോവയെ ചെവിക്കൊള്ളണമേ. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിട്ടാണ് യോസഫിനെ കാണുന്നത്. യോസഫിൻ്റെ ജീവിതം നമുക്ക് ധ്യാനിക്കുവാനെ കൊണ്ടും പഠിക്കുവാനെ കൊണ്ടും സാധിക്കണം. വേദപുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി വൈശിഷ്ട്യങ്ങൾക്കും പലവിധമായ പ്രാധാന്യം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏറ്റവും അധികം വിവരിക്കുന്ന ഒരു വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ ഉടമയാണ് യോസഫ്. യോസഫിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സഹോദരന്മാരാൽ വെറുക്കപ്പെടുകയും സഹോദരന്മാരാൽ നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നവനായ യൗസഫ്, പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് ദയനീയമായി നിലവിളിക്കുന്നവനായ യൗസഫ്, യാതൊരു കുറ്റവും ചെയ്യാതെ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തൻ്റെ നിരപരാധിത്വം അപ്പക്കാരനെയും പാനപാത്രവാഹകനെയും ബോധിപ്പിക്കുന്നവനായ യൗസേഫ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം തീർച്ചയായിട്ടും ഈ യൗസേഫിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടി ഒരു ജീവിതത്തിലെ ഒരു അവസരത്തിലെങ്കിലും കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഈ യൗസേഫിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് 37-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാം അധ്യായം മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ യോസഫിൻ്റെ വ്യക്തിത്വമാണ് വരച്ച് കാണിക്കുന്നത്. താൻ ഏറ്റവും സ്നേഹിച്ചവനായ മകനായിരുന്നു യൗസേഫ്. യാക്കോബ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് യാക്കോബ് തൻ്റെ മക്കളിൽ ഏറ്റവും അധികം സ്നേഹിച്ചവനായ യൗസേഫ് എന്നാണ്. മനോഹരമായ നിലയങ്കി കൊടുത്തുകൊണ്ട്, മനോഹരമായ നിലയങ്കി ധരിപ്പിച്ചവനെ ആകർഷണീയമാക്കി മറ്റുള്ള സഹോദരങ്ങളുടെ എല്ലാം അസൂയയ്ക്ക് പാത്രീഭവിച്ചവനായിരുന്നു യൗസേഫ്. ഈ യൗസേഫിനെ സഹോദരന്മാരെല്ലാം വിദ്വേഷിക്കുമ്പോഴും യൗസേഫിൻ്റെ ജീവിതത്തിലെ വളരെ വ്യക്തിവൈശിഷ്ട്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന ചില ഗുണങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനെ കൊണ്ട് സാധിക്കണം. ഒന്നാമതായിട്ട് യൗസേഫിൻ്റെ ജീവിതത്തിലെ ഒരു വ്യക്തിവൈശിഷ്ട്യം എന്ന് പറയുന്നത് സഹോദരന്മാരെ അന്വേഷിക്കുന്നവനായിരുന്നു യൗസേഫ്. സഹോദരന്മാരെ തിരഞ്ഞ് പുറപ്പെടുന്നവനായിരുന്നു യൗസേഫ്. യാക്കോബിൻ്റെ 12 മക്കളിൽ അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ആടുകളെ പരിപാലിക്കുക എന്നുള്ളതായിരുന്നു. ആട്ടിടയന്മാരായിരുന്നു. ഈ ആട്ടിടയന്മാരായ ഈ മക്കൾ വൃദ്ധനായ യാക്കോബിൻ്റെ സന്നിധിയിൽ നിന്നും പല ദേശങ്ങളിലും അവർ മാടുമാടുകളെ മേയ്ക്കുവാനെ കൊണ്ട് കടന്നു പോകുന്ന അവസരത്തിൽ യാക്കോബ് യോസഫിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നിന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് പുറപ്പെടണം. യൗസേഫ് മനസ്സിലാക്കുന്നു, തൻ്റെ സഹോദരന്മാർ
ശേഖേമിലേക്കാണ് ആടിനെയും കൊണ്ട് കടന്നു പോയിരിക്കുന്നതെന്ന്. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് യൗസേഫ് കടന്നു ചെല്ലുകയാണ്, ശേഖേമിലേക്ക് കടന്നു ചെല്ലുകയാണ്, തൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നവനായ യൗസേഫ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആധ്യാത്മിക സംസ്കാരത്തിൽ സഹോദരന്മാരെ അന്വേഷിക്കുവാനെ കൊണ്ടും സഹോദരന്മാരെ കണ്ടെത്തുവാനെ കൊണ്ടും നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, പ്രഭാതം ആയി എന്ന് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? പ്രഭാതം ആയി എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരുവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പ്രഭാതം ആയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രഭാത സമയത്ത് കിളികളും ഒക്കെ ചിലയ്ക്കുമ്പോൾ, കിളികളുടെ കൂജനങ്ങൾ കേൾക്കുമ്പോഴാണ് പ്രഭാതമായി എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. വേറൊരു ശിഷ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രഭാതമായി എന്ന് തിരിച്ചറിയുന്നത് ദൂരെ നിൽക്കുന്നത് ചെടികളും മരങ്ങളും ഇന്ന ചെടിയാണ് ഇന്ന മരമാണെന്ന് തിരിച്ചറിയുവാനെ കൊണ്ട് സാധിക്കുമ്പോഴാണ് പ്രഭാതമായി എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. വേറൊരുവനോട് ചോദിച്ചു, എപ്പോഴാണ് നീ പ്രഭാതമായെന്ന് തിരിച്ചറിയുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, സൂര്യപ്രകാശം കടന്നു വന്ന് ഈ ഭൂമിയിലേക്ക് പരക്കുമ്പോഴാണ് ഞാൻ പ്രഭാതമായതെന്ന് തിരിച്ചറിയുമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഗുരുവിന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്ന ഏറ്റവും മണ്ടനായ ഒരുവനോട് ചോദിച്ചു, നീ എപ്പോഴാണ് പ്രഭാതമായെന്ന് തിരിച്ചറിയുന്നത്? അവൻ മറുപടി പറഞ്ഞു, എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പ്രഭാതമായി എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഈ ഉത്തരമാണ് ഗുരുവിനെ ഏറ്റവും സംതൃപ്തനാക്കി തീർന്നത്. പ്രിയമുള്ളവരെ, സൂര്യപ്രകാശം കടന്നു വരുന്നതോ മരങ്ങളെയും ചെടികളെയും തിരിച്ചറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ള തിരിച്ചറിവാണ് ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. യോസഫിൻ്റെ ജീവിതത്തിൽ തന്നെ അപമാനിക്കുകയും സ്വപ്നക്കാരനെന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കുകയും ചെയ്യുന്ന ഈ സഹോദരന്മാരെ തേടി അന്വേഷിക്കുവാനെ കൊണ്ടുള്ള ഒരു വ്യഗ്രത യൗസേഫിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ ദശയിൽ ജീവിക്കുന്ന നമുക്ക് വ്യക്തിബന്ധങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും ഊഷ്മളത തിരിച്ചു പിടിക്കുവാനെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ആത്മീയ സംസ്കാരത്തിൽ നിന്ന് അന്യരായി പോവുകയില്ല. എന്നാൽ ഈ വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങളുടെയും ഊഷ്മളത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ അന്യരായിക്കൊണ്ട് മാറുകയാണ്. ഭൗതികമായ സംസ്കാരത്തിന് നമ്മൾ അടിപ്പെട്ടു പോവുകയാണ്. ഈ സ്നേഹവാനായ യൗസേഫ് ശേഖേമിൽ സഹോദരന്മാരെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു വ്യക്തി അവനെ കണ്ടു ചോദിക്കുകയാണ്, നീ എന്താണ് അന്വേഷിക്കുന്നത്? യൗസേഫ് മറുപടി പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. ആ വ്യക്തി മറുപടി പറയുന്നു, ഇവിടെ കുറച്ചു പേര് ആടുകളെ മേയ്ക്കുന്നുണ്ടായിരുന്നു, അവർ പറയുന്നത് ഞാൻ കേട്ടു, ദോദാനിലേക്ക് നമുക്ക് പോകാം. ശേഖേമിന് സമീപ പ്രദേശമായ ദോദാനിലേക്ക് നിന്റെ സഹോദരന്മാർ ഒരു പക്ഷേ പോയി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദോദാനിലേക്ക് യൗസേഫിനെ യാത്രയാക്കുകയാണ്. ശേഖേമിലും ദോദാനിലും ആരുടെയും സഹായം കൂടാതെ, പരസഹായം കൂടാതെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നവനായ യൗസേഫിനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാം അധ്യായത്തിൽ നാം കാണുന്നത്. മനോഹരമായ ഒരു ചിത്രമാണ് ഇത്. സഹോദരന്മാരെ അന്വേഷിക്കുന്നവനായ യൗസേഫ്. നമ്മുടെ ഹൃദയത്തിൽ കൂടി ഈ ധ്യാനചിന്തയൊന്ന് കടന്നു പോകണം. സഹോദരന്മാരെ അന്വേഷിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, സഹോദരനെ തിരിച്ചറിയേണ്ടത് ഈ ആത്മീയമായ സൂര്യൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരനാണ്, സഹോദരിയാണെന്ന് മനസ്സിലാക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. യൗസേഫിൻ്റെ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ രണ്ടാമത്തെ വിശിഷ്ടമായ ഗുണമെന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ടവനായിരുന്നു യൗസേഫ്. ദൈവത്തെ ഭയപ്പെട്ടവനായ വ്യക്തിയായിരുന്നു യൗസേഫ്. യൗസേഫിൻ്റെ ജീവചരിത്രം വിശദമാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും യൗസേഫിൻ്റെ ജീവിതം ഏറെക്കുറെ പരിചിതമാണ്. അതായത് സഹോദരന്മാരാൽ പരിത്യക്തനായ യൗസേഫ് തൻ്റെ സഹോദരന്മാരാൽ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഇടായി മാറുന്നുണ്ട്. പൊട്ടക്കിണർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ഒരവസ്ഥയാണ്. കിണറെന്ന് പറയുന്ന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൃദ്ധമായ വെള്ളം കിട്ടുവാനെ കൊണ്ട് ജലത്തിൻ്റെ സ്രോതസ്സായിട്ടാണ് കിണറിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പൊട്ടക്കിണർ എന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും ഉപയോഗശൂന്യമായി അതിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്ന, യാതൊരു ലക്ഷ്യപ്രാപ്തിക്ക് ഉതകാത്ത ഒരു വസ്തുവായിട്ട് പൊട്ടക്കിണറായിട്ട് ചിത്രീകരിക്കുവാനെ കൊണ്ട് നമുക്ക് കഴിയും. ഒരു പക്ഷേ പ്രിയമുള്ളവരെ, നാമും പൊട്ടക്കിണറിൻ്റെ അവസ്ഥയിൽ ഒരു പക്ഷേ വീണിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതവും കഠിനമായ ശോധനയിലും
കഠിനമായ പ്രതിസന്ധിയിലും കടന്നു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് ഞരങ്ങുകയും നമ്മുടെ ദൈന്യതയാർന്ന മുഖം കാണുന്നവനായ ഒരു ദൈവം നമുക്ക് ഉണ്ട്. പൊട്ടക്കിണറ്റിൽ കിടന്നവനായ യൗസേഫിനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കുവാനെ കൊണ്ട് സഹോദരന്മാർ തയ്യാറാവുകയാണ്. 20 വെള്ളിക്കാശിന്, തുച്ഛമായ കാശിന് ഈ മിദ്യാന്യ കച്ചവടക്കാർക്ക് ഈ സഹോദരന്മാർ യൗസേഫിനെ വിൽക്കുകയാണ്. ഒരു വ്യക്തിയുടെ ദൈവീകമായ പദ്ധതിയിൽ പങ്കാളിയായി തീരുന്ന യൗസേഫിനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനെ കൊണ്ട് കഴിയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അംഗീകരിക്കുവാനെ കൊണ്ടും വിശ്വസിക്കുവാനെ കൊണ്ടും നമുക്ക് ചില നിമിഷങ്ങളിൽ സാധിക്കാറില്ല. നമുക്കെയും യാദൃച്ഛികത എന്ന് പറഞ്ഞുകൊണ്ട് ചില സംഭവങ്ങളെ എഴുതിത്തള്ളാറുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആക്സിഡൻ്റലി വന്നുപെട്ടതാണെന്നൊക്കെയും നമ്മൾ പറയാറുണ്ട്. യാദൃച്ഛികത എന്ന് പറയുന്ന ഒന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല. യാദൃച്ഛികത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല, പിന്നെയോ ദൈവികമായ പദ്ധതിയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ 37-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയിൽ കൂടി യഹോവയായ ദൈവം യൗസേഫിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 2 സംസ്കാരങ്ങളുടെ കാവലാളായിരുന്നു യൗസേഫ്. ഒരുപക്ഷെ നാമാവിശേഷമായി പോകാമായിരുന്ന ഇസ്രായേൽ ജനതയെയും നാമാവിശേഷമായി പോകാമായിരുന്ന മിസ്രൈമ്യ സംസ്കാരത്തെയും കാത്തു പരീക്ഷിച്ചത് യൗസേഫ് എന്ന വ്യക്തിയിൽ കൂടിയാണ്. ഈ 2 സംസ്കാരത്തിൻ്റെയും കാവലാളായിരിക്കുവാനുള്ള വലിയൊരു വിളിയാണ് യൗസേഫിന് ദൈവം നൽകിയിരുന്നത്. യൗസേഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം ഇനിയും തരും എന്നുള്ളതാണ്. ദൈവം ഫലം പുറപ്പെടുവിക്കുമെന്നും യൗസേഫ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആട്ടിൻകൂട്ടവും മുന്തിരിവള്ളിയും ഫലം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളായിരുന്നുവെങ്കിൽ ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആത്മപരിശോധന നടത്തണം. ഇന്ന് നമുക്ക് തന്നെയും ഉപകാരികളാകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് പോലും ഉപകാരികളാകുവാനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അന്യർക്കും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും സഹായവും പ്രയോജനവുമുള്ളവരായി തീരുവാനെ കൊണ്ട് ഉള്ള വലിയൊരു ക്രിസ്തീയ ദൗത്യമാണ് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മിദ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടവനായ യൗസേഫിനെ പിന്നീട് നാം കാണുന്നത് പൊത്തിഫേർ എന്ന് പറയുന്ന ഫറവോൻ്റെ അകമ്പടി നായകൻ തൻ്റെ കാര്യവിചാരകനായിട്ട്, തൻ്റെ ഭവനങ്ങളുടെ കാര്യവിചാരകനായിട്ട് വിലയ്ക്ക് മേടിക്കുന്നതായിട്ടാണ്. മിദ്യാന്യ കച്ചവടക്കാരിൽ നിന്ന് തിരികെ ഈ മിസ്രൈമ്യയിലെ ഫറവോൻ്റെ അകമ്പടി നായകൻ ഈ യൗസേഫിനെ വിലക്ക് വാങ്ങുകയാണ്. ഈ അകമ്പടി നായകനായ പൊത്തിഫേറിൻ്റെ വീട്ടിൽ എല്ലാവിധമായ കാര്യങ്ങൾക്കും ക്രമീകരണം നൽകിക്കൊണ്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നവനായ, വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു യൗസേഫിനെയാണ് പിന്നീടുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. ഇവിടെയാണ് ഈ യൗസേഫിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും പരീക്ഷണവും ഉണ്ടാകുന്നത്. ഈ പൊത്തിഫേറിൻ്റെ ഭാര്യ ഈ യൗസേഫിനെ തിന്മ ചെയ്യുവാനെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെയും ഈ വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. പ്രലോഭനങ്ങളും പ്രതിസന്ധികളും യൗസേഫിൻ്റെ ജീവിതത്തിൽ നേരിടുകയാണ്. യൗസേഫ് പൊത്തിഫേറിൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഈ ഭവനത്തിലെ എല്ലാ അവകാശമായിട്ട് നിന്റെ യജമാനൻ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നിന്നോട് പാപം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തെ പരിപൂർണമായി ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവ ആശ്രയബോധത്തോടു കൂടി ജീവിക്കുവാനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. യൗസേഫിൻ്റെ ജീവിതത്തിൽ നിന്ന്, പാപകരമായ അവസ്ഥയിൽ നിന്ന് യൗസേഫ് ഓടിപ്പോവുകയായിരുന്നു. പാപം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം തന്നെ കാവലായി നിൽക്കുന്നുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം യൗസേഫിനെ ഭരിച്ചിരുന്നത് കൊണ്ടാണ് പാപകരമായ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാതെ തന്നെ സൂക്ഷിക്കുന്നതിനും ദൈവത്തിന് മുമ്പാകെ നീതിമാനായിരിക്കുന്നതിനും യൗസേഫിനെ സാധിക്കുന്നത്. ഇതാണ് യൗസേഫിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വൈശിഷ്ട്യമായ ഗുണമെന്ന് പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ടവനായ യൗസേഫ്. പണ്ടുള്ളവർ പറയാറുള്ള ഒരു വാക്യമുണ്ട്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണം. നാം ഇന്ന് വായിക്കുന്ന വാർത്താമാധ്യമങ്ങളിൽ കൂടിയും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വായിക്കുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്പർശിക്കുന്നുവെങ്കിൽ പലതും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത പാപകരമായ പ്രവൃത്തികളിലേക്ക് വീഴുന്ന, മൃഗത്തോട് തുല്യനായ മനുഷ്യർ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യ ബോധ്യം കൊണ്ട് നമ്മുടെ ഹൃദയം നമുക്ക് നിറയ്ക്കാം. ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം നമ്മെ പരിപാലിക്കുന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവത്തെ ഭയപ്പെടുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. ദൈവ സാന്നിധ്യ ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. ഈ പരിശുദ്ധനായ പരിമൽ തിരുമേനിയുടെ ദിവ്യ സാന്നിധ്യം
പ്രസരിക്കുന്നതായ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യ ബോധ്യം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണം. സഭാജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ സമൂഹത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച, കണ്ണുനീര് കൊണ്ട് പരിപാവനമാക്കി തീർന്ന ഒരു സ്ഥലത്താണ് നാം ഇരിക്കുന്നത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവനായ പരിശുദ്ധനായ പരിമൽ തിരുമേനി എന്നോടും നിങ്ങളോടും മൗനമായി സംവേദനം ചെയ്യുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ വാക്കുകളെയും നിയന്ത്രിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കും. ഈ പഴയ നിയമത്തിലെ പിതാവായ യൗസേപ്പ് നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന ചിത്രവും ഇതുതന്നെയാണ്. ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയം, ദൈവത്തിലുള്ള പരിപൂർണമായ കീഴടങ്ങൽ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മൃദുവായ നുഖത്തിന് കീഴിൽ ആയിരിക്കുവാനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. വേദപുസ്തകത്തിൽ നാം കാണുകയാണ്, പിന്നീട് നമ്മൾ കാണുന്ന യൗസേഫിൻ്റെ ഏറ്റവും വൈശിഷ്ട്യമായ ഗുണമെന്ന് പറയുന്നത് യഹോവയുടെ സഖിത്വം ഉണ്ടായിരുന്നവനായിരുന്നു യൗസേഫ്. യഹോവയുടെ സഖിത്വം ഉണ്ടവനായ യൗസേഫ്. യൗസേഫിൻ്റെ ഏതൊരു പ്രവൃത്തിയിലും ദൈവം കൂടെ ഉണ്ടായിരുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. പൊട്ടക്കിണറ്റിലായിരുന്നപ്പോൾ, പൊട്ടക്കിണറ്റിൽ കിടന്ന് ദൈന്യതയോടുകൂടി ദൈവ തിരുസന്നിധിയിൽ തൻ്റെ മനസ്സ് പകർന്നപ്പോൾ അവിടെയും ദൈവമുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ ശ്രദ്ധയോടുകൂടി യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ യൗസേഫിൻ്റെ ജീവിതത്തിലുണ്ട്. ഈ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ആ വീടിൻ്റെ യജമാനെ എല്ലാത്തിലും ദൈവം അനുഗ്രഹിച്ചിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അത് ആര് നിമിത്തമായിരുന്നു? ഈ നീതിമാനായ യൗസേഫ് നിമിത്തമായിരുന്നു. പിന്നീട് പ്രവാചകനിൽ തലവനായ മോശ പറയുകയാണ്, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും കാരാഗ്രഹ പ്രമാണിക്കും യൗസേഫിനോട് അനുകമ്പ തോന്നുകയാണ്. യൗസേഫിനെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാനെ കൊണ്ട് കാരാഗ്രഹ പ്രമാണി തയ്യാറാവുകയാണ്. അവിടെയും നാം വായിക്കുകയാണ്, യഹോവയുടെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും യഹോവയുടെ ആത്മാവ്, യഹോവയുടെ കൈ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആത്മപരിശോധന നടത്തണം. ഈ ദേവാലയത്തിൽ നമ്മൾ ഇരിക്കുന്ന അവസരങ്ങളിൽ ദൈവത്തോടുള്ള സഖിത്വം എത്രമാത്രം മുറുകെ പിടിക്കുവാനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ സഖിത്വം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കും. നമ്മോടൊപ്പം കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും പങ്കാളിയാകുവാനെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ യൗസേഫിൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് തൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവത്തോടു കൂടെയാണ് നിർവഹിച്ചത്. ദൈവത്തിൻ്റെ സഖിത്വം ഇഷ്ടപ്പെട്ടവനായ, ദൈവത്തിൻ്റെ സഖിത്വം ആഗ്രഹിച്ചവനായിരുന്നു യൗസേഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന് മനസ്സിൽ കാണുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നീതിമാന്മാരെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മനസ്സറിയുവാനെ കൊണ്ട് നാം എത്രമാത്രം താല്പര്യം കാണിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ഇഷ്ടം ഇതായിരിക്കുമെന്ന് നാം എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, അതായത് എൻ്റെയും നിങ്ങളുടെയും മനസാക്ഷി ചില വസ്തുതകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നന്മയുടെ സ്വരം പറയാറുണ്ട്, അത് വേണ്ട, അത് ചെയ്യരുത്. ചിലപ്പോൾ പറയും, നീ അത് ചെയ്യണം, അതാണ് നിൻ്റെ യഥാർത്ഥമായ ശരിയായ വസ്തുത എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ നന്മയ്ക്ക് നമ്മൾ എത്രമാത്രം ചെവി കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നന്മയ്ക്ക് കേൾക്കുവാനെ കൊണ്ട്, നന്മയുടെ സ്വരം കേൾക്കുവാനെ കൊണ്ട് നാം എത്രമാത്രം ചെവി കൊടുക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്മയുടെ സ്വരം കേൾക്കുവാനെ കൊണ്ട് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെയ്യുകയാണ്. ദൈവത്തോടുള്ള നമ്മുടെ അകലം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ തിന്മയുടെ സ്വരം കേട്ട് തിന്മയ്ക്ക് നമ്മൾ വശമതരായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സാത്താൻ്റെ കൂട്ടാളികളായി മാറുകയാണ്. ഈ പരിശുദ്ധ ദേവാലയത്തിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ, കഴിഞ്ഞ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവമേ, ഏതെല്ലാം അവസരങ്ങളിൽ നിന്നോട് മറുതലിക്കുവാനെ കൊണ്ട്, തിന്മയുടെ ഭാഗം ചേരുവാനെ കൊണ്ട് ഞാൻ വശംവദനായിട്ടുണ്ട്. നന്മയെ തിരഞ്ഞെടുക്കുവാനെ കൊണ്ട് എനിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. ആ തെറ്റുകളെയും കുറ്റങ്ങളെയും ദൈവത്തിൻ്റെ നമുക്ക് ഓർക്കാം. ഇനിയുള്ള നാളുകളിൽ ദൈവമേ, നന്മയുടെ സ്വരം കേൾക്കുവാനെ കൊണ്ട്, നന്മയുടെ പാത പിന്തുടരുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിലെ ആവശ്യങ്ങളും സമൂഹത്തിലെ ആഗ്രഹങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ ആഗ്രഹങ്ങൾക്കും ഈ നന്മകൾക്കും ഒന്ന് ചെവി കൊടുക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. ചെറിയൊരു കഥ ഓർക്കുന്നുണ്ട്.
അതായത് ചെറിയൊരു വിമാനാപകടത്തിൽ പരിക്കേറ്റ ഒരു മനുഷ്യൻ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഈ വിമാനാപകടം ഉണ്ടായ ഉടൻ തന്നെ പാരച്യൂട്ടിൻ്റെ സഹായത്തോടുകൂടി ഈ മനുഷ്യൻ എടുത്തു ചാടി. എന്നാൽ പാരച്യൂട്ട് വന്ന് തങ്ങിയത് ഒരു മരത്തിൻ്റെ മുകളിലായിരുന്നു. തൻ്റെ കൈയും കാലുമെല്ലാം ഒടിഞ്ഞ് വളരെ പരിശീലനായിട്ട് ഈ മനുഷ്യൻ ഈ മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പല മനുഷ്യരും ഈ മരത്തിൻ്റെ ചൂട്ടിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആരും ഗവനിക്കുന്നതേയില്ല. കാരണം ഈ പ്രയാസം അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുള്ള മനുഷ്യനെ സഹായിക്കുവാനെ കൊണ്ട് ആരും തയ്യാറാകുന്നില്ല. പലരും ഈ ദൃശ്യം കൗതുകത്തോടെ നോക്കിയതിനു ശേഷം കടന്നു പോവുകയാണ്. ഏറ്റവും അവസാനം ഈ മരത്തിൽ കിടന്നവനായ മനുഷ്യൻ ഇതിൻ്റെ അടിയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയോട് ചോദിച്ചു, അല്ലയോ സഹോദര, നീ എന്നെ കാണുന്നില്ലേ? നീ എൻ്റെ അവസ്ഥ കാണുന്നില്ലേ? നീ എന്നെ സഹായിക്കുവാൻ തയ്യാറാകുമോ? ഈ താഴെ കൂടെ കടന്നുപോയവനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നുണ്ട്. നീ ഏകദേശം 30-40 അടി മുകളിൽ ഒരു വലിയൊരു മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. നിനക്ക് പരിക്കേറ്റിട്ടുണ്ട്. നീ ഒരുപക്ഷെ മരിച്ചു പോയേക്കാമെന്നും ഈ മനുഷ്യൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ കഥയായിരിക്കാം. യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഇത് വിശദമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളെ പറ്റിയുമുള്ള യഥാർത്ഥ ചിത്രം നമുക്കുണ്ട്. എന്നാൽ അവരെ ഒന്ന് സഹായിക്കുന്നതിനോ അവരോടൊന്ന് സ്നേഹമായി സംസാരിക്കുന്നതിനോ നമുക്ക് സാധിക്കുന്നില്ല. അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇവിടെ ചെറു കൈവിരൽ കൊണ്ടുപോലും തൊട്ടു നോക്കുവാനെ കൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുവാനെ കൊണ്ട് നാം തയ്യാറാകുന്നില്ല. പിന്നെയോ ആ വസ്തുതകളെ പറ്റിയുള്ള സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയുമാണ്. ആത്മീയമായ സംസ്കാരം ആ വ്യക്തിയുടെ പ്രയാസത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ക്രിസ്തീയമായ ജീവിതത്തിൻ്റെ സാക്ഷ്യം നൽകിക്കൊണ്ട് അവനെ സമാശ്വസിപ്പിക്കുവാനും അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശത്തെ നൽകുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇനിയുള്ള നാളുകളിലും സഹായിക്കുവാനെ കൊണ്ടും ആശ്വസിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ സംസ്കാരം സംതൃപ്തിയുള്ളതായിത്തീരും. അത് ഫലമണിയുകയും ചെയ്യും. ഇവിടെ യൗസേഫിൻ്റെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസരങ്ങളെല്ലാം ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി ദൈവത്തിൻ്റെ സഹിത്വം മുറുകെ പിടിക്കുവാനെ കൊണ്ട് യൗസേഫിനെ സാധിച്ചു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ യൗസേഫിൻ്റെ സവിശേഷമായ ഗുണമെന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരുന്നു യൗസേഫ്. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് തൻ്റെ പരിമിതമായ കഴിവിൽ ശരണപ്പെടാതെ അപരിമേയനായ ദൈവത്തിൻ്റെ തൻ്റെ കഴിവിനെ പൂർത്തിയുള്ളതാക്കി തീർക്കുന്നവനായ ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസം കൊടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരുന്നു യൗസേഫ്. താൻ ചെയ്യാത്ത തെറ്റിന് കാരാഗൃഹത്തിലാകപ്പെടുന്നുണ്ട് യൗസേഫ്. കാരാഗൃഹത്തിൽ കിടക്കുന്ന അവസരത്തിൽ കാരാഗൃഹ പ്രമാണിക്ക് കനിവ് തോന്നി. കാരാഗൃഹത്തിലുള്ള മറ്റ് സഹതടവുകാരുടെയും മേൽനോട്ടം യൗസേഫിനായിരുന്നു. അവിടെ വെച്ച് 2 വ്യക്തികളെ പരിചയപ്പെടുകയാണ്. ഫറവോൻ്റെ പാനപാത്രവാഹകനും ഫറവോന് അപ്പം കൊടുക്കുന്നവനായ അപ്പക്കാരനും. പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും പരിചയപ്പെടുന്നു. ഈ 2 വ്യക്തികൾക്കും വിചിത്രമായ 2 സ്വപ്നങ്ങൾ ഉണ്ടാവുകയാണ്. 2 വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ വളരെ ആകുലതയോടുകൂടി വിഷമത്തോടുകൂടി ഇരിക്കുന്നവരായ ഈ വ്യക്തികളെ കണ്ടിട്ട് യൗസേഫ് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ആശങ്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ മുഖത്തെന്താണ് ഒരു തെളിച്ചമില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത വിചിത്രപരമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഹൃദയം ഇത്രമാത്രം കലുഷിതമായിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ യൗസേഫ് പറയുകയാണ്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണല്ലോ. നിങ്ങൾ സ്വപ്നം എന്നോട് പറയുക, പക്ഷേ സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായ, തൻ്റെ കഴിവിലല്ല ആശ്രയിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നവനായ യൗസേഫ്. പിന്നീട് ഫറവോന് സ്വപ്നം കണ്ട അവസരത്തിലും ഫറവോൻ്റെ മന്ത്രവാദികളും ജ്യോതിഷക്കാരുമൊക്കെയും സ്വപ്നം വ്യാഖ്യാനിക്കുവാനെ കൊണ്ട് മടി കാണിക്കുന്ന അവസരത്തിൽ, അവർക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാനെ കൊണ്ട് സാധിക്കാതെ വരുന്ന അവസരത്തിൽ ഈ ഫറവോൻ യൗസേഫിനെ വിളിപ്പിക്കുന്ന അവസരത്തിലും ഫറവോനോടും യൗസേഫ് പറയുന്നത്, സ്വപ്നം നീ എന്നോട് പറയുക, ദൈവമാണല്ലോ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത്. സർവ്വ സമയങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായ യൗസേഫ്. പ്രിയമുള്ളവരെ, നാം ആത്മാർത്ഥമായി പരിശോധിക്കണം. ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ കഴിവിലൊക്കെയും അഹങ്കരിക്കുന്നവരല്ലേ? നമ്മുടെ നേട്ടങ്ങളിലൊക്കെയും അഹങ്കരിക്കുന്നവരല്ലേ? ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ടോ? പണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും നമ്മൾ എഴുത്തെഴുതുന്നവരായിരുന്നു.
എഴുത്തെഴുതുന്ന അവസരത്തിൽ 2 വാക്കുകൾ നമ്മൾ എഴുത്തെഴുതുന്നതിന് തൊട്ട് മുമ്പായി ചേർക്കുമായിരുന്നു. ഒന്ന് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. മറ്റൊന്ന് ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം. അന്ന് വാക്കുകളിലെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് എത്ര പേര് വാക്കുകളിലെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യ ബോധ്യത്തോടുകൂടി നാം ജീവിക്കുമ്പോഴേ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചില രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ലോകപ്രകാരമുള്ള എല്ലാ ചികിത്സകളും ചെയ്ത് പരിശീലനരാകുന്ന അവസരത്തിൽ ദൈവികമായ കൃപ കൊണ്ട് അത് അതിശയകരമായ വിധം സൗഖ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അതിശയകരനായ ദൈവത്തെപ്പറ്റി, നമ്മളെ പരിപാലിക്കുന്ന, നമ്മെ ശ്രദ്ധിക്കുന്നവനായ ഒരു ദൈവത്തെ പറ്റിയുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവസാന്നിധ്യ ബോധ്യം ഉൾക്കൊള്ളുകയും ചെയ്യുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. യൗസേഫിൻ്റെ ജീവിതം വരച്ചു കാണിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലെ പരിപൂർണമായി ആശ്രയം കണ്ടെത്തുന്നവനായ യൗസേഫിനെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസരങ്ങളിലൊക്കെയും നിരപരാധിയായ വ്യക്തിയായിട്ടാണ്, നിഷ്കളങ്കനായ അവസ്ഥയിലാണ് ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം അവസ്ഥയിലും വിസ്മരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ദൈവസാന്നിധ്യ ബോധത്തിലേക്ക് യൗസേഫ് ഉയർന്നിരിക്കണം. യൗസേഫ് ഒരുപക്ഷെ ചിന്തിച്ചിരിക്കണം, പൊട്ടക്കിണറ്റിൽ കിടന്നവനായ നീ എന്നെ ഒരു ഭവനത്തിൻ്റെ മേൽവിചാരകനാക്കി തീർത്തു. ഇപ്പോൾ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നുവെങ്കിലും ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കുവാനെ കൊണ്ട് എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള പരിപൂർണമായ വിശ്വാസം യൗസേഫിനുണ്ടായിരിക്കുന്നു. ഈ യൗസേഫിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നീട് നാം കാണുന്നുണ്ട്, ഫറവോൻ്റെ സന്നിധിയിലേക്ക് ഫറവോനുണ്ടായ സ്വപ്നം വ്യാഖ്യാനിക്കുവാനെ കൊണ്ട് യൗസേഫ് കാരാഗ്രഹത്തിൽ നിന്ന് അവിടെ നിന്ന് വരികയാണ്. കാരാഗ്രഹത്തിൽ നിന്ന് യൗസേഫ് ഫറവോൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഫറവോനോട് പറയുകയാണ്, ഫറവോൻ കണ്ടതായ സ്വപ്നം ഇനിയുള്ള നാളുകളിൽ വരുവാൻ പോകുന്ന അതിഭയങ്കരമായ ക്ഷാമത്തെ പറ്റിയുള്ളതാണ്. 7 സംവത്സരം വളരെ സമ്പുഷ്ടിയുടെയും വളരെയധികം വിളവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളായിരിക്കും. എന്നാൽ അതിനുശേഷം വരുവാൻ പോകുന്ന 7 സംവത്സരം കഠിനമായ ക്ഷാമത്തിൻ്റെയും പട്ടിണിയുടെയും കൊടിയ വരൾച്ചയുടെയും നാളുകളാണെന്ന് ഫറവോൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഫറവോനോട് പിന്നീട് പറയുകയാണ്, ദൈവാത്മാവുള്ള ഒരുവനെ കണ്ടെത്തി നിന്റെ ഭണ്ഡാരത്തിൻ്റെ വിചാരകനാക്കി മാറ്റുക. ഫറവോൻ പറയുകയാണ്, ഈ സ്വപ്നം ഇത്ര ഭംഗിയായി വ്യാഖ്യാനിച്ച് എൻ്റെ മനസ്സിന് ആശ്വാസം തന്നവനായ നീയല്ലാതെ ദൈവാത്മ പ്രേരിതനായ വേറൊരു മനുഷ്യനുമില്ല. അതുകൊണ്ട് നീ തന്നെ എൻ്റെ ഭണ്ഡാര വിചാരകനാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ തന്നേക്കാൾ താഴ്ന്നതായിട്ട്, ഫറവോന് ശേഷമുള്ള വ്യക്തിയായിട്ട് തൻ്റെ പൊന്മോതിരം ഊരിക്കൊടുത്തുകൊണ്ട് ഈ യൗസേഫിനെ അഭിഷക്തനാക്കി തീർക്കുകയാണ്. തൻ്റെ രാജ്യത്തിലെ 2ാമനാക്കി യൗസേഫിനെ മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ദൈവ പദ്ധതി എത്രമാത്രം അഗോചരമാണ്. ദൈവ പദ്ധതി ഒരു മനുഷ്യ മനസ്സിന് എത്രമാത്രം അഗോചരമാണ്. പൊട്ടക്കിണറ്റിൽ കിടന്ന് സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവനായി കിടന്ന വ്യക്തി, കാരാഗ്രഹത്തിനുള്ളിൽ കിടന്നുകൊണ്ട് നിരാശയുടെ പടുകുഴിയിൽ വീണവനായ വ്യക്തി ഇന്നിതാ ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ കാവലാളായി മാറുകയാണ്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് നാമാവിശേഷമായി പോകാമായിരുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ പട്ടിണി, ഈ മിസ്രൈമിലും ഇസ്രായേലിലും ആഞ്ഞടിച്ച സമയം. മിസ്രൈമ സംസ്കാരം എന്ന് പറയുന്നത്, ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ലോകചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമേറിയ, ലോകചരിത്രങ്ങളിലെ സമുന്നത സ്ഥാനം വഹിക്കുന്ന ഒരു ചരിത്രമാണ് ഈജിപ്ഷ്യൻ സംസ്കാരവും ഈജിപ്ഷ്യൻ ചരിത്രവും എന്ന് പറയുന്നത്. ഒരുപക്ഷെ യൗസേഫ് എന്ന് പറയുന്ന വ്യക്തിയില്ലായിരുന്നുവെങ്കിൽ ഈ ഈജിപ്ഷ്യൻ സംസ്കാരം നിലംപരിശായി പോകുമായിരുന്നു. കൊടുംപട്ടിണിയുടെയും വരൾച്ചയുടെയും നാടുകളിൽ ജനം തന്നെ അവസാനിച്ചു പോകാമായിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനായിട്ടാണ് യൗസേഫ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീടുള്ള 7 സമൃദ്ധിയുടെ നാടുകളിൽ, സമ്പൽ സമൃദ്ധിയുടെ നാടുകളിൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ മുഴുവൻ വരവും സ്വീകരിക്കുവാനെ കൊണ്ട്, മുഴുവൻ കാർഷിക ആദായവും സമാഹരിക്കുവാനെ കൊണ്ട് യൗസേഫ് ശ്രമിക്കുകയാണ്. സമൃദ്ധിയുടേതായ 7 നാളുകളിൽ തൻ്റെ ബുദ്ധിയും പരിജ്ഞാനവും ഉപയോഗിച്ചുകൊണ്ട് ദൈവം തനിക്ക് നൽകിയ താലന്തുകളെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുവാനെ കൊണ്ട് യൗസേഫിന് സാധിക്കുന്നു. പിന്നീട് നാം കാണുന്നത്, ഈ സമൃദ്ധിയുടെ നാളിന് ശേഷം കടന്നു വരുന്ന പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും നാളുകളിൽ, അതികഠിനമായ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ മരിച്ചു പോകും, കഠിനമായ പട്ടിണി കൊണ്ട് നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് അയൽദേശമായ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു.
നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ധാന്യം കൊള്ളുക എന്ന് പറയുന്നു. ധാന്യം മേടിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം യാക്കോബ് തൻ്റെ 10 മക്കളെ ഉത്സാഹിപ്പിക്കുകയാണ്. അതനുസരിച്ച് ഫറവോൻ്റെ സന്നിധിയിലേക്ക്, മിസ്രൈം രാജ്യസന്നിധിയിലേക്ക് ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ 10 മക്കൾ കടന്നു വരികയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല, തങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റവനായ, തങ്ങൾ പൊട്ടക്കിണറ്റിൽ വിറ്റവനായ യൗസേഫാണ്, തങ്ങൾ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റവനായ യൗസേഫാണ് ഈ ഫറവോൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതെന്ന് അവർക്ക് ബോധ്യമാകുന്നില്ല. യൗസേഫ് തന്നെ സഹോദരന്മാർക്ക് മറച്ചുകൊണ്ട് ദിഫാഷി മുഖാന്തരം, വേറൊരുവൻ മുഖാന്തരമാണ് ഈ ഇസ്രായേലിൻ്റെ മക്കളോട്, യാക്കോബിൻ്റെ മക്കളോട് സംസാരിക്കുന്നത്. അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം കഠിനമായിട്ടാണ് യൗസേഫ് പറയുന്നത്, നിങ്ങൾ രാജ്യം ഉറ്റുനോക്കുവാനെ കൊണ്ട് വന്നവരാണ്, നിങ്ങൾ ചാരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിയാത്ത, അവർക്ക് തന്നെ മറച്ചുകൊണ്ട് സംസാരിക്കുന്നവനായ യൗസേഫിനെ ഈ വേദഭാഗത്ത് നാം കാണുന്നുണ്ട്. യൗസേഫ് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇളയ സഹോദരൻ ഇപ്പോഴും ഉണ്ടോ? നിങ്ങൾ ധാന്യം കൈക്കൊള്ളുവാൻ പോകുന്നുവെങ്കിൽ ഒരുവനെ ഇവിടെ നിർത്തിയിട്ട് പോകണം. കാരണം നിങ്ങളുടെ ഇളയവനായ ബെന്യാമീനെ ഇനി നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നെങ്കിൽ മാത്രമേ ഇനിയും ശിമെയോനെ ഞാൻ വീണ്ടു തരികയുള്ളൂ. ശിമെയോൻ എന്ന് പറയുന്ന വ്യക്തി യൗസേഫിന് തടവിലായി തീരുകയാണ്. ബെന്യാമീനെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെയും ശിമെയോൻ തടവിലായിരുന്നു. യൗസേഫ് തൻ്റെ സഹോദരനെ കാണുവാനുള്ള അമിതമായ വാഞ്ചയോടുകൂടി, ആഹ്ലാദത്തോടു കൂടിയാണ് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞത്. എന്നാൽ ഈ വിവരമൊന്നും അറിയാതെയാണ് ഈ സഹോദരന്മാർ യാക്കോബിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്നത്. യാക്കോബ് വിലപിക്കുകയാണ് ചെയ്യുന്നത്, യോസഫ് പോയി, ശിമെയോനും പോയി, ഇപ്പോഴും ബെന്യാമീനെയും കൂടെ നിങ്ങൾ എന്നിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുവാനെ കൊണ്ട് ശ്രമിക്കുന്നു. യഹൂദ പിന്നീട് പറയുകയാണ്, ഈ ബെന്യാമീന് മറുവിലയായിട്ട് ഞാൻ തന്നെ തന്നെ സമർപ്പിക്കാം. ബെന്യാമീനെ നീ ഞങ്ങളുടെ കൂടെ അയക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ നിനക്ക് അടിമയായി മാറിക്കൊള്ളാമെന്ന് യാക്കോബിനോട് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഇളയവനായ ബെന്യാമീനെയും കൊണ്ട് ഈ യൗസേഫിൻ്റെ സന്നിധിയിലേക്ക് യാക്കോബിൻ്റെ മക്കൾ കടന്നു വരികയാണ്. യാക്കോബിൻ്റെ മക്കൾ കടന്നു വരുമ്പോൾ യൗസേഫ് പറയുകയാണ്, എൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഇവർക്ക് വിരുന്നൊരുക്കുക. അങ്ങനെ യൗസേഫിൻ്റെ കൊട്ടാരത്തിൽ ഈ യാക്കോബിൻ്റെ മക്കൾക്ക് വിരുന്നൊരുക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈ വിരുന്നൊരുക്കുന്ന അവസരത്തിൽ എല്ലാ സഹോദരന്മാർക്കും വിരുന്നിൻ്റെ വിശിഷ്ടമായ ഭോജ്യങ്ങളുടെ പങ്ക് നൽകുമ്പോൾ, ഓരോരുത്തർക്കും ഓരോ വിഹിതം കൊടുക്കുമ്പോൾ, ബെന്യാമീന് താൻ ഏറ്റവും സ്നേഹിച്ചവനായ ബെന്യാമീന് 5 ഇരട്ടി ഓഹരി കൊടുത്തുകൊണ്ട് യൗസേഫിന് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഈ അവസരങ്ങളിലൊന്നും തൻ്റെ മുഖം മൂടി ഈ സഹോദരന്മാരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ സഹോദരന്മാരുടെ മുമ്പിൽ പകരുവാൻ സാധിക്കാതെ മുറിയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട്, അകത്തളത്തിലേക്ക് പോയിക്കൊണ്ട് കരയുന്നവനായ യൗസേഫിനെ കാണുന്നുണ്ട്. പിന്നീട് ഈ സഹോദരന്മാരുടെ മുമ്പാകെ യൗസേഫ് തന്നെ വെളിപ്പെടുത്തുകയാണ്. യൗസേഫ് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വിറ്റുകളഞ്ഞവനായ യൗസേഫാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് യൗസേഫ് തന്നെ സഹോദരന്മാരുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഈ സഹോദരന്മാർ ഭയത്തിൻ്റെ ചുഴിയിൽ വീണുപോവുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ഈ യൗസേഫ് തങ്ങളെ അപായപ്പെടുത്തും. കാരണം 20 വെള്ളിക്കാശിന് തുച്ഛമായ വിലയ്ക്ക് തങ്ങൾ വിറ്റവനായ യൗസേഫാണ് ഇന്ന് എല്ലാ അധികാരത്തോടും കൂടി ഈ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിൽ ഭയം ഉണ്ടായപ്പോൾ യൗസേഫ് പറയുകയാണ്, ഈ ദൈവപദ്ധതി അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ രാജ്യസന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുവാനെ കൊണ്ട് ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതാണ് യൗസേഫിൻ്റെ 5ാമത്തെ ഗുണമെന്ന് പറയുന്നത്. ദൈവപദ്ധതിയെ തിരിച്ചറിഞ്ഞവനായ യൗസേഫ്, ദൈവപദ്ധതിയെ തിരിച്ചറിഞ്ഞവനായ യൗസേഫ് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ദൈവപദ്ധതിയെ നമുക്ക് മനസ്സിലാക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവപദ്ധതിയെ മനസ്സിലാക്കുവാനെ കൊണ്ടും അതനുസരിച്ചും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. യൗസേഫ് വളരെ വ്യക്തമായിട്ട് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നത് ഞാനും നിങ്ങളും നശിച്ചു പോകാതിരിക്കുവാനെ കൊണ്ട് ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു. ഞാനും നിങ്ങളും രക്ഷപ്പെടേണ്ടതിന്, മിസ്രൈമിലെ അവകാശം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു ഇത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില യാദൃച്ഛികമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവപദ്ധതിയായിട്ട് അവയെ മനസ്സിലാക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ചില യാദൃച്ഛികതകളാണ്, ചില പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്.
ചില രോഗങ്ങളാണ്, ചില പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അടിമുടി പിടിച്ചു കുലുക്കിയതും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം നൽകിയതും. അതിനെ ദൈവപദ്ധതിയായിട്ട് തിരിച്ചറിയുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കണം. ദൈവപദ്ധതിയെ തിരിച്ചറിയുവാനെ കൊണ്ടും ദൈവപദ്ധതിയുടെ വ്യാപ്തി തിരിച്ചറിയുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. യൗസേഫ് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സഹോദരന്മാരോട് ഒരു പക്ഷേ വേണമെങ്കിൽ അവരോട് ക്രൂരമായി ഇടപെടാമായിരുന്നു, അവരെ കാരാഗ്രഹത്തിലാക്കാമായിരുന്നു. എന്നാൽ യൗസേഫ് അതിനൊന്നും മുതലാതെ ഈ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിലിട്ടതും നിങ്ങളെന്നെ വെള്ളിക്കാശിന് വിറ്റതും വിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റതും ഞാൻ കാരാഗ്രഹത്തിലായതെല്ലാം ദൈവികമായ പദ്ധതിയായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായി നടന്ന സംഭവങ്ങളെല്ലാം തന്നെയും ദൈവികമായ പദ്ധതിയായിരുന്നു. ഈ ദൈവികമായ പദ്ധതിയായിട്ട് അതിനെ വ്യാഖ്യാനിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുന്നത് ദൈവസാന്നിധ്യ ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ദൈവസാന്നിധ്യ ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് ദൈവപദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനെ കൊണ്ടും നമുക്ക് സാധിക്കുന്നത്. ആദ്യം ചിന്തിച്ചതായ ആ സങ്കീർത്തനത്തിലെ വാക്യങ്ങളെ നമുക്കൊന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖമൊന്ന് പ്രകാശിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ യൗസേഫിൻ്റെ ജീവിതത്തിൽ ഒരു യഥാസ്ഥാനപ്പെടുത്തൽ നമുക്ക് കാണുവാനെ കൊണ്ട് കഴിയും. പൊട്ടക്കിണറ്റിൽ കിടന്നവനായ യൗസേഫ്, അതിനുശേഷം അവനെ യഥാസ്ഥാനപ്പെടുത്തിയത് ആ അകമ്പടി നായകൻ്റെ ഭവനത്തിലെ മേൽവിചാരകനായിട്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ടുള്ള യൗസേഫിൻ്റെ പ്രാർത്ഥന അവനെ ആ ഭവനത്തിൻ്റെ കാര്യവിചാരകനായിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്നാണ്. തീർച്ചയായിട്ടും കാരാഗ്രഹത്തിലെ ആ നരകയാതനയ്ക്ക് ശേഷം യൗസേഫിന് ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച പ്രതിഫലമായിരുന്നു ഫറവോൻ്റെ സന്നിധിയിലുള്ള, ഫറവോന് ശേഷം ആ രാജ്യത്തിലെ രണ്ടാമനായിട്ടുള്ള സ്ഥാനക്കയറ്റം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനെ കൊണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഹൃദയം പകരുവാനെ കൊണ്ടും നമുക്ക് സാധിക്കണം. ദൈവമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥകൾക്ക് നേരെ ദൈവം മുഖം തിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നാം ചിന്തിക്കണം, ആഹ്ലാദകരമായ സമ്പൽ സമൃദ്ധിയുടേതായ അവസരങ്ങളിൽ നാം ദൈവത്തെ മറന്നിട്ടുണ്ടെങ്കിൽ കഷ്ടതകളിൽ കൂടിയും ഞെരുക്കങ്ങളിൽ കൂടിയും കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ നേരെ മുഖം മറച്ചു കളയും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെയും നിങ്ങളുടെ ഐശ്വര്യങ്ങളുടെയും നാളുകളിൽ എന്നെ മറന്നുകൊണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ എൻ്റെ നേരെ നോക്കി മാറത്തടിച്ച് നിങ്ങൾ നിലവിളിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. പ്രിയമുള്ളവരെ, ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഉൾവെളിച്ചം, ആത്മീയമായ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പുതിയ നിയമത്തിൽ നാം കാണുന്ന ഒരു വിശിഷ്ടമായ വ്യക്തിത്വമുണ്ട്, സക്കായി. പരീശന്മാർ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി. ഈ സക്കായിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം പ്രകാശിക്കുകയാണ് ചെയ്തത്. സക്കായിയുടെ ജീവിതത്തിൽ അന്ന് വരെയും സമ്പത്തിൻ്റെ കുമിഞ്ഞുകയറ്റം തന്നെ ഉണ്ടായിരുന്നു. സമ്പത്തിൻ്റെ മുകളിലാണ് അവൻ വസിച്ചിരുന്നത്. പക്ഷേ ജീവിതത്തിൽ യാതൊരു സമാധാനവും സംതൃപ്തിയും ഇല്ലായിരുന്നു. സക്കായി ഒരുപക്ഷെ ചിന്തിച്ചിരുന്നിരിക്കാം, ലോകപ്രകാരം എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് സംതൃപ്തിയും സമാധാനവും ഉണ്ടെന്ന്. എന്നാൽ സക്കായിയുടെ ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, സംതൃപ്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സക്കായി ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് കയറിക്കൊണ്ട് തന്നെ സ്നേഹിക്കുന്നവനായ ക്രിസ്തുവിനെ എനിക്കൊന്ന് കാണണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത്. യെരിഹോവിലെ വീതിയിൽ കൂടി കടന്നു പോകുന്നവനായ കർത്താവ് ഈ നിസ്സാരമായ ഈ കാട്ടത്തിയുടെ ചൂട്ടിൽ നിന്നുകൊണ്ട് സക്കായിയോട് വിളിച്ചു പറയുകയാണ്, സക്കായിയെ, നീ ഒന്ന് വേഗം ഇറങ്ങി വരിക. ക്രിസ്തുവിൻ്റെ ശ്രദ്ധ ഒരിക്കലും ആകർഷിക്കുവാനെ കണ്ട് സക്കായി യാതൊരു മാർഗവും എടുത്തു കാണുകയില്ല. കാരണം വലിയ ഇലകൾ കൊണ്ട് നിറഞ്ഞതായ കാട്ടത്തിയുടെ മുകളിലാണ് സക്കായി കയറിയിരുന്നത്. തന്നെ ഒരിക്കലും കാണുവാനെ കൊണ്ട് സക്കായി ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹവാനായ വ്യക്തിയെ കാണുവാനെ കൊണ്ട്, ഞങ്ങളെ തിരഞ്ഞു വരുന്നവനായ, ചുങ്കക്കാരുടെയും പാവനികളുടെയും സ്നേഹിതനെന്ന് പേരെടുത്തവനായ യേശുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതി എന്നുള്ള ഉത്തമമായ ആഗ്രഹത്തോടു കൂടിയാണ് കാട്ടത്തിയുടെ മുകളിലേക്ക് സക്കായി കയറിയത്. എന്നാൽ സ്നേഹവാനായ ദൈവം സക്കായിയെ കാണുവാനെ കൊണ്ട്, സക്കായിയുടെ ജീവിതത്തിലേക്ക് തിരുമുഖം പ്രകാശിപ്പിക്കുവാനെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഈ പരിശുദ്ധ ദേവാലയമാകുന്ന ഈ കാട്ടത്തിയുടെ മുകളിലാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ദർശിക്കുവാനെ കൊണ്ട് സാധിക്കണം.
ദൈവത്തോട് നമ്മൾ നടന്നെടുക്കുവാനെ കൊണ്ട് ശ്രമിക്കുമ്പോൾ, നമ്മോട് ഓടിയെടുക്കുവാനെ കൊണ്ട് ആഗ്രഹിക്കുന്നവനായ ഒരു സ്നേഹവാനായ ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. സക്കായിക്ക് യേശുവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ യേശു തമ്പുരാൻ പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കും. അവൻ്റെ വസ്തുവകകളിൽ അവൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഭാഗമായി തീരുവാനെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. സക്കായി നടന്നെടുക്കുവാനെ കൊണ്ട്, ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കുവാനെ കൊണ്ട് സക്കായി ആഗ്രഹിച്ചപ്പോൾ അവനിലേക്ക് ഓടിയെടുക്കുന്നവനായ സ്നേഹവാനായ ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിലും ഓടിയെടുക്കുവാനെ കൊണ്ട്, നമ്മെ അനുഗ്രഹിക്കുവാനെ കൊണ്ട് തയ്യാറാവുകയാണ്. അതുവരെയും സമ്പത്ത് കൂട്ടിവെക്കുന്നതിൽ അഭിരമിച്ചവനായ സക്കായി, സന്തോഷിച്ചവനായ സക്കായി ഈ കാട്ടത്തിയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോൾ മാനസാന്തരമുള്ളവനായിട്ട് പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകകളിൽ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുക്കാം. അന്ന് വരെയും സമ്പാദിച്ച വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്. പിന്നീട് പറയുകയാണ്, ഞാൻ ആരോടെങ്കിലും ചതിവായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി പകരം കൊടുക്കാം. വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം 19-ാം അധ്യായം ഒരു ചിത്രകാരൻ്റെ മികവോടുകൂടിയാണ് ഈ വസ്തുത വരച്ച് കാണിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ചിത്രകാരൻ്റെ മികവോടുകൂടി ലൂക്കോസ് എവൻഗലിസ്ത വരച്ച് കാണിക്കുന്ന ഈ ചിത്രത്തിൽ വികാര നിറഞ്ഞവനായ സക്കായി, അനുതാപത്തിൽ നിറഞ്ഞവനായ സക്കായി ദൈവത്തോട് പറയുകയാണ്, കർത്താവിനോട് പറയുകയാണ്, ആരോടെങ്കിലും ചതിവായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 4 ഇരട്ടി അവർക്ക് ഞാൻ കൊടുത്തേക്കാം. പാവപ്പെട്ടവരോട്, ദുഃഖിതരോട് ഹൃദയം കൊണ്ട്, ജീവിതം കൊണ്ട് പങ്കാളിയാകുവാനെ കൊണ്ട് സക്കായി തയ്യാറാവുകയാണ്. ദൈവത്തിൻ്റെ തിരുമുഖം പ്രകാശിച്ചപ്പോൾ അവൻ്റെ ഹൃദയം ആത്മീയമായ സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഒന്ന് പ്രകാശിപ്പിക്കണമേ. സക്കായിയുടെ ജീവിതത്തിൽ അവന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല, എൻ്റെ ജീവിതം ഒന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ ആ കാട്ടത്തിയുടെ മുകളിലേക്ക് കയറിയത്. സക്കായിയുടെ ജീവിതത്തിലെ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ആ കാട്ടത്തിയുടെ മുകള്. ആരും ഭക്ഷിക്കാത്ത, മൃഗങ്ങൾക്ക് പോലും ഉപയോഗിക്കാത്ത കാട്ടത്തി ഫലത്തിൻ്റെ ആ വൃക്ഷത്തിൻ്റെ മുകളായിരുന്നു സക്കായിയുടെ ധ്യാനമെങ്കിൽ, ഈ പ്രഭാവത്തിൽ പരിശുദ്ധ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മുടെ ജീവിതത്തിൽ മറന്നുപോയ സംഭവങ്ങൾ പോലും ദൈവികമായ കൃപകൾ കൊണ്ട് എത്രമാത്രം പരിപോഷിപ്പിക്കപ്പെട്ടിരുന്നവയാണെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആകുലതകളൊക്കെയും വഹിച്ചവനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും നാടുകളിൽ കരുതിയവനായ, താങ്ങി നടത്തിയവനായ ഒരു ദൈവം നമുക്ക് കൂട്ടാളിയായിട്ടുണ്ട്. ഈ ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാം. ധ്യാനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞുപോക്കാണ്. ധ്യാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മൗനമായ ഒരു നോട്ടം നോക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിൽ നിന്ന് വരുന്ന അരുളപ്പാടുകളെ നമുക്ക് ശ്രവിക്കാം. ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കും. നമ്മുടെ അപരാധികളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ പറയുമ്പോൾ ദൈവം പറയുന്ന മറുപടിക്ക് നമ്മളാരും ചെവി ഓർക്കാറില്ല. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമായ സ്വരത്തോടുകൂടി നമ്മോട് പലതും ആവശ്യപ്പെടുന്നുണ്ട്, നമ്മോട് പലതും പറയുന്നുണ്ട്. ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണം, നിന്റെ നടപടികളെ ഒന്ന് ക്രമീകരിക്കണം, നിന്റെ വാക്കിനെ, നിന്റെ പ്രവൃത്തിയെ ഒന്ന് ക്രമീകരിക്കണം. എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മൾ ഓരോരുത്തരും സഭാജീവിതത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കുദാശാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം നാം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്? ആരാധനാ ജീവിതത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സ്നേഹത്തോട് നമ്മോട് പറയുകയാണ്, ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുക. നിൻ്റെ ആരാധനാ ജീവിതത്തെ, നിൻ്റെ വ്യക്തി ജീവിതത്തെ, നീ ആയിരിക്കുന്ന സ്ഥലത്തെ ജീവിതമെന്ന് ക്രമീകരിക്കുവാനെ കൊണ്ട് പറയുന്നുണ്ട്. കൂദാശകൾ, അനുഷ്ഠാനമെന്ന് പറയുന്നത് ക്രിസ്തുവെന്ന് പറയുന്ന ശരീരത്തോട്, ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് നമ്മെ ചേർത്ത് വിളക്കുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് കൂദാശാനുഷ്ഠാനം. എന്നാൽ എത്ര പേർക്ക് ഈ കുദാശകളെ അതിൻ്റേതായ ഗൗരവത്തിൽ കാണുവാനും ഗൗരവത്തിൽ സ്വീകരിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? വിശുദ്ധ കുർബാനയുടെ അവസരങ്ങളിൽ എത്ര മനുഷ്യർ അതിൻ്റെ കുർബാനയുടെ പകുതി സമയം കഴിഞ്ഞതിന് ശേഷം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, ആത്മനിയോഗത്താൽ വൃദ്ധനായ ശിമോൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് യേശു കുഞ്ഞിനെ കൈകളിലെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പറയുവാനെ കൊണ്ട് സാധിച്ചത്. ദൈവമേ, നിന്റെ മഹത്വം എൻ്റെ കണ്ണ് ദർശിച്ചുവെന്ന് പറയുവാനെ കൊണ്ട് സാധിച്ചത്. ആത്മനിയോഗത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനെ കൊണ്ട് സാധിക്കണം. സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ
നിർബന്ധങ്ങൾക്കും നിബന്ധനകൾക്കും വശമതരായിട്ടല്ല, പിന്നെയോ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതം നമ്മൾ സംസാരിക്കണം, എനിക്ക് ആരാധനയ്ക്ക് പോകണം, എനിക്ക് കൂദാശകളിൽ പങ്കെടുക്കണം, കൂദാശകളിൽ ഭാഗഭാക്കാകണമെന്ന് നമ്മുടെ ജീവിതം നമ്മോട് പറയണം. അപ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് നാം കേട്ടതായിട്ടുള്ള, നാം ധ്യാനിച്ചതായ വചനങ്ങളെ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. 80-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയവനായ ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രൈമും ബെന്യാമീനും മനസ്സേയും കാണുകെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഫലം പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ആട്ടിൻകൂട്ടത്തെ പറ്റിയും മുന്തിരിവള്ളിയെപ്പറ്റിയും ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഉള്ളതുപോലെ പുതിയ ഇസ്രായേലിൻ്റെ ജനമായ എന്നെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും വലിയൊരു പദ്ധതി, വലിയൊരു പ്രതീക്ഷ ദൈവത്തിന് മുമ്പാകെയുണ്ട്. ആ പ്രതീക്ഷയ്ക്കത്തെ ഉയരുവാനെ കൊണ്ട് ഇനിയും വരുന്ന നാടുകളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന്, ദൈവം നമ്മുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കേണ്ടതിന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ അതിനായിട്ട് ക്രമീകരിക്കുവാനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.